ചില മൊമെന്റ്സ് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും, എങ്കിലും നിന്റെ ഉള്ളിൽ എന്തോ ഇപ്പോഴും എം ടി ആയി തോന്നും. വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടല്ല, ജീവിതത്തിൽ ഗ്രേറ്റ്ഫുൾ ആയതൊന്നും ഇല്ലാത്തത് കൊണ്ടുമല്ല. പക്ഷെ എന്താണ് മിസ്സിംഗ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ചിരിക്കേണ്ടടുത്ത് ചിരിക്കുന്നു, സംസാരിക്കുന്നു, ജോലി ചെയ്യുന്നു, ജീവിതം മുന്നോട്ട് പോകും. ഒരു സാധാരണ ദിവസത്തിനിടയിൽ പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ കടന്നു വരും: ഇതാണോ ശരിക്കും ഹാപ്പിനെസ്? മേ ബി അതാകാം ഹാപ്പിനെസിന്റെ ഏറ്റവും സ്ട്രേഞ്ച് ആയ കാര്യം. അതിനരികിലെത്താൻ ലൈഫിന്റെ ഭൂരിഭാഗവും നാം ഉപയോഗിക്കും. നാം ഇമാജിൻ ചെയ്യുന്നത് അതിന് പ്രത്യേകതരം ഫീലിങ്സ് ഉണ്ടാകും. ഒരു വലിയ ബിഗ് മൊമെന്റ്, ബിഗ് അച്ചീവ്മെന്റ്, എല്ലാം കംപ്ലീറ്റ് ആയി തോന്നുന്ന ആ ഒരു ദിവസം. ബട്ട് ഹ്യൂമൻ ഡ്രീം നാം ഇമാജിൻ ചെയ്യുന്നത് പോലെ എല്ലാ ഹാപ്പിനെസിനെ കാണുന്നത്. അത് നോട്ടീസ് ചെയ്യും, ഓർമ്മിക്കും, പ്രിഡിക്റ്റ് ചെയ്യും, കമ്പയർ ചെയ്യും, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മീനിങ് നൽകും, ചിലപ്പോൾ നാം പോലും റിയലൈസ് ചെയ്യാതെ. അതുകൊണ്ടാണ് ഒരേ സ്ഥലത്ത് നിൽക്കുന്ന രണ്ടാളുകൾ ഒരേ മൊമെന്റ് എക്സ്പീരിയൻസ് ചെയ്തിട്ടും രണ്ട് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫീലിങ്സുമായി അവിടെ നിന്ന് പോകുന്നത്. സോ ഇന്ന് നാം കുറച്ച് ഡീപ്പായി പോകാം. മോട്ടിവേഷണൽ അഡ്വൈസിലേക്കല്ല, പോസിറ്റീവായി ചിന്തിക്കൂ, ഹാപ്പി ആയിരിക്കൂ, അങ്ങനെയുള്ളതിലേക്കുമല്ല, കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയ ഒന്നിലേക്ക്. എങ്ങനെ ബ്രെയിൻ ഹാപ്പിനെസ് എക്സ്പീരിയൻസ് ചെയ്യുന്നു? ഒരിക്കൽ അത് മനസ്സിലാക്കിയാൽ വളരെ ഓർഡിനറി ആയ പല കാര്യങ്ങളും ഡിഫറെന്റ് ആയി ഞാൻ അനുഭവിക്കും. ദ ബ്രെയിൻ ദാറ്റ് കീപ് മിസ്സിംഗ് ദ ഗുഡ്. ഒരു ഓർഡിനറി ഡേയിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ഉണ്ടാകാം. അടുത്തിരിക്കുന്ന ചൂടുള്ള ചായ, നമുക്കായി ഒരാൾ തുറന്നു തരുന്ന ഡോർ, നിനക്ക് ആവശ്യമായ ആ മൊമെന്റിൽ വരുന്ന ദാറ്റ് മെസ്സേജ്, നീ കടന്നു പോകാനായി ഒരാൾ മാറി നിൽക്കുന്നു, തറയിൽ വീഴുന്ന ആ സൺലൈറ്റ്. ഡ്രാമറ്റിക് ആയതല്ല, പോസ്റ്റ് ചെയ്യാനുള്ളത്ര വലുതുമല്ല, എന്നാലും ഈ ടൈനി മൊമെന്റ്സ് നമ്മുടെ ദിവസത്തെ നിറയ്ക്കും. സ്ട്രേഞ്ച് പാർട്ട് എന്തെന്നാൽ വി ക്യാൻ എക്സ്പീരിയൻസ് ദം വിത്തൗട്ട് ഈവൻ റിയലി സീയിങ് ദം. രണ്ടാളുകൾ ഒരു ബിസി സ്ട്രീറ്റിലൂടെ പോകുന്നു. ഒരാൾ കാണുന്നത് ഈവനിങ് ലൈറ്റ് ഓൾഡ് ബിൽഡിംഗിൽ പരന്നിരിക്കുന്നു, മറ്റൊരാൾ കാണുന്നത് ട്രാഫിക്, ഹീറ്റ്, ഡിലേ. അവൻ വീട്ടിലേക്ക് എത്തിയാൽ പറയും, ഇന്നൊരു ടെറിബിൾ ഡേ ആയിരുന്നു. സെയിം സ്ട്രീറ്റ്, സെയിം ഈവനിങ്, സെയിം വേൾഡ്, ബട്ട് വീട്ടിലെത്തുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയ കാര്യങ്ങളുണ്ട്. അടുത്ത കുറച്ച് ദിവസത്തേക്ക് വലിയ ഹാപ്പിനെസ്സിന് വേണ്ടി സെർച്ച് ചെയ്യാതെ സ്മോൾ ലക്കിന് വേണ്ടി തിരിയാം. അൺഎക്സ്പെക്റ്റഡ്ലി വെല്ലായ ആ മൊമെന്റ്, സ്മോൾ ലക്ക്, കൈൻഡായ ആ വ്യക്തി, ചെറിയ ഓപ്പർച്യൂണിറ്റി, ആ ദിവസത്തെ കുറച്ചെങ്കിലും മനോഹരമാക്കിയ ഒരു മൊമെന്റ്. റൈറ്റ് ഇറ്റ് ഡൗൺ. ലൈഫ് പെർഫെക്റ്റ് ആയി നിനക്ക് തോന്നിപ്പിക്കാനല്ല, അറ്റൻഷൻ ഈസ് ഡയറക്ഷൻ. നീ റിപ്പീറ്റഡ്ലി നോട്ടീസ് ചെയ്യുന്നത് എന്തോ, ദാറ്റ് സ്ലോലി ബിക്കം ഈസിയർ ടു നോട്ടീസ് അഗെയിൻ. കുറച്ച് പതിയെ നടക്കാം, കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കാം. The good is not missing. We are just passing it too quickly. Leave something beautiful for tomorrow. നാളത്തെ രാവിലെ ഒന്ന് ഇമാജിൻ ചെയ്യാം. രാവിലെ എഴുന്നേറ്റ് ഒരു ചെറിയ നോട്ട് നിന്നെ കാത്തിരിപ്പുണ്ട്. നിനക്കിത് സാധിക്കും എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അത് മറ്റാരും വെച്ചതല്ല, ഇന്നലത്തെ നീ ഇന്നത്തെ നിനക്കായി വെച്ചതാണ്. പെട്ടെന്ന് ആ മോർണിംഗ് കുറച്ചുകൂടി സോഫ്റ്റ് ആകും. നമ്മൾ പലപ്പോഴും ഹാപ്പിനെസ് ഇപ്പോൾ സംഭവിക്കുന്ന ഒന്നായി കരുതും. ചിലപ്പോൾ ആ ബ്യൂട്ടിഫുൾ ഫീലിംഗ് വരുന്നതിന് ആ മൊമെന്റിൽ വരുന്നത് മുമ്പായിരിക്കാം. ഒരു ട്രിപ്പ് പോകുന്നതിന് മുന്നത്തെ ഒരു രാത്രി ആലോചിച്ച് നോക്കൂ. ഒന്നും സംഭവിച്ചിട്ടില്ല, ബാഗ് പാക്ക് ചെയ്തിട്ടുണ്ട്, ജേണി ഇനിയും തുടങ്ങിയിട്ടില്ല, ബട്ട് സംഹൗ നീ ഓൾറെഡി എക്സൈറ്റഡ് ആയിരിക്കും. അതുപോലെ നാളത്തെ നിനക്കായി ചെറിയ സർപ്രൈസസ് ഉണ്ടാക്കാം. ബുക്ക് ബെഡ് സൈഡിൽ വെക്കാം, നാളെ കേൾക്കാൻ ഒരു ഫേവറേറ്റ് സോങ് സേവ് ചെയ്യാം, 10 മിനിറ്റ് പീസ്ഫുൾ ആയിരിക്കാൻ സമയം മാറ്റിവെക്കാം. Leave a tiny surprise where you will find it later. എക്സ്പെൻസീവോ ഡ്രാമറ്റിക്കോ ഒന്നുമല്ല, നിന്റെ പ്രസന്റ് സെൽഫിൽ നിന്നുമുള്ള ആ ഒരു ക്വൈറ്റ് മെസ്സേജ്, ഐ തോട്ട് അബൌട്ട് യു. മേ ബി ഹാപ്പിനെസ് ഇന്നത്തെ ദിവസം എൻജോയ് ചെയ്യുന്നതിൽ മാത്രമല്ല, ചിലപ്പോൾ നാളെ നമ്മളെ കാത്ത് ആരോ ഒരു ബ്യൂട്ടിഫുൾ കാര്യം കാത്തു വെച്ചിരിക്കുന്നു എന്നറിയുന്നതിലുമാണ്. ആൻഡ് ദാറ്റ് someone can be you. The space between what happens and what you do. ആരെങ്കിലും നിന്നെ ഹേർട്ട് ചെയ്യുന്ന എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതുക. ആ ഫീലിംഗ് ഇൻസ്റ്റന്റ്ലി വരും. നിനക്ക് ഇപ്പോൾ തന്നെ അവരോട് സംസാരിക്കണം, റിപ്ലൈ ചെയ്യണം, നീ എന്ത് ഫീൽ ചെയ്തു എന്ന് അവരെ മനസ്സിലാക്കിപ്പിക്കണം. ബട്ട് അത് ചെയ്യുന്നതിന് മുമ്പ് 10 മിനിറ്റ് പോസ് ചെയ്യും. ദേഷ്യം ഇപ്പോഴും ഉണ്ട്, ബട്ട് അത് നിന്നെ ഡ്രൈവ് ചെയ്യുന്നില്ല. ആൻഡ് സഡൻലി നീ റിയലൈസ് ചെയ്യും, ദ സിറ്റുവേഷൻ ഡോണ്ട് ചേഞ്ച്, യു ഡിഡ്. എല്ലാ ഇമോഷൻസിനും ഇമ്മീഡിയറ്റ് ആക്ഷൻ വേണ്ട. ഓരോ ഇറിറ്റേഷനും കംപ്ലൈന്റ് ആവശ്യമില്ല. ചിലപ്പോൾ ഒരു പ്രോബ്ലത്തോട് ചെയ്യാൻ പറ്റുന്ന സ്മാർട്ടായ ഒരു കാര്യം ബ്രെയിനിന് അത് മനസ്സിലാക്കാനായി മതിയായ സമയം നൽകുന്നതാകും. റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് ചോദിക്കൂ, എന്താണ് ശരിക്കും സംഭവിച്ചത്? ദെൻ ഞാൻ എന്താണ് അസ്യൂം ചെയ്തത്? ആ ചെറിയ ഗ്യാപ്പ് പിന്നീട് തിരിച്ചെടുക്കാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് വാക്കുകളിൽ നിന്നും നിന്നെ രക്ഷിച്ചേക്കാം.
ലൈഫ് എന്തെങ്കിലും തെറ്റായി നടന്നാൽ എന്തുകൊണ്ട് ഇത് എനിക്ക് മാത്രം നടക്കുന്നു എന്ന് ചോദിക്കാതെ ഇത് എന്താണ് എന്നെ പഠിപ്പിക്കുന്നത് എന്ന് ചോദിക്കാം. ഒരു ഫെയിലിയർ ഇൻഫർമേഷൻ ആകും, ഒരു മിസ്റ്റേക്ക് ഫീഡ്ബാക്ക് ആകും, ഒരു ഡിഫിക്കൽട്ട് ഡേ ഒരു എക്സ്പെരിമെന്റ് ആകും. ഇപ്പോൾ നാം പ്രോബ്ലത്തിൽ കുടുങ്ങിക്കിടക്കുകയല്ല, യു ആർ ക്യൂരിയസ് അബൌട്ട് ഇറ്റ്. നമുക്ക് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യാൻ നോക്കണ്ട. എന്ത് സംഭവിച്ചു, നാം എന്തതിന് റിയാക്ട് ചെയ്യൂ എന്നതിനിടയിലെ ഫ്യൂ സെക്കൻഡ്സിനെ പ്രൊട്ടക്ട് ചെയ്യാം. ചിലപ്പോൾ ദാറ്റ് ടൈനി പോസ് ചേഞ്ചസ് എവറിത്തിങ്. സ്റ്റോപ്പ് മെഷറിംഗ് ലൈഫ് ബൈ ഹാപ്പിനെസ്. ദിവസവും ഞാൻ ഹാപ്പി ആണോ എന്ന് ചോദിക്കുന്നത് നിർത്താം. കാരണം ചില ദിവസം യു വോണ്ട് ബി, ആൻഡ് ദാറ്റ്സ് ഓക്കെ. അതിനു പകരം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയ ഒന്ന് ചോദിക്കാം. എന്നെ ഇന്ന് എന്താണ് സർപ്രൈസ് ചെയ്യിപ്പിച്ചത്? നീ എക്സ്പെക്ട് ചെയ്യാത്ത ആ കോൺവെർസേഷൻ ആയിരിക്കാം, ഒരു സ്ട്രേഞ്ചറുടെ കൈൻഡ്നെസ് ആവാം, കുറെ നാളുകൾക്ക് ശേഷം കേട്ട ഒരു സോങ് ആകാം, ഒരു മിസ്റ്റേക്കിൽ നിന്നും കിട്ടിയ ലെസൺ ആകാം, അല്ലെങ്കിൽ നിന്നെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ച ആ മൊമെന്റ്. അവയൊന്നും ഹാപ്പി ആവണമെന്നില്ല. ദേ ജസ്റ്റ് ഹാവ് ടു മേക്ക് യു ഫീൽ സംതിങ്. കാരണം ക്യൂരിയോസിറ്റി ജീവിതത്തെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നു. ഇന്ന് രാത്രി നിന്റെ അച്ചീവ്മെന്റ്സിനെ കൗണ്ട് ചെയ്യാതെ സർപ്രൈസസിനെ കൗണ്ട് ചെയ്യാം. എഴുതൂ, ഇന്ന് ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. നാളെ നിന്റെ ബ്രെയിൻ അടുത്തതിനു വേണ്ടി സെർച്ച് ചെയ്യും. Don't spend your whole life changing moments that makes you happy. Stay curious enough to notice the moments that makes life worth remembering. Remember the life you already lived. നമുക്കൊരു സ്ട്രേഞ്ച് ആയ ഹാബിറ്റ് ഉണ്ട്. നമുക്ക് കിട്ടാത്ത എല്ലാ കാര്യങ്ങളെയും ഓർത്തു വെക്കും. ഇതിനധികം ജീവിച്ചു ചേർത്ത ഒരുപാട് കാര്യങ്ങൾ മറന്നുപോകും. അതുകൊണ്ട് ഇന്ന് ബക്കറ്റ് ലിസ്റ്റിന് പകരം ഒരു റിവേഴ്സ് ബക്കറ്റ് ലിസ്റ്റ് എഴുതാം. ഒരിക്കൽ ആഗ്രഹിച്ച കാര്യങ്ങൾ, ഒരിക്കൽ പേടിച്ച കാര്യങ്ങൾ, ഒരിക്കലും എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് കരുതി ചെയ്തു തീർത്ത കാര്യങ്ങൾ. ആൻഡ് വലിയ അച്ചീവ്മെന്റ്സ് മാത്രമല്ല, അറ്റംപ്റ്റും സെലിബ്രേറ്റ് ചെയ്യാം. പുതിയത് ട്രൈ ചെയ്ത ദിവസം, നെർവസ് ആയിട്ടും സംസാരിച്ച ദിവസം, ഫെയിൽ ആയിട്ടും വീണ്ടും ട്രൈ ചെയ്ത ദിവസം. കാരണം കറേജ് എന്നത് എല്ലായ്പ്പോഴും ഹ്യൂജ് ഡിസിഷൻ ആവണമെന്നില്ല. ചിലപ്പോൾ ഇറ്റ് ഈസ് സിംപ്ലി ട്രൈ വൺ മോർ ടൈം. ഒരു ദിവസം തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് നമ്മൾ വെറി ചെയ്ത ചില കാര്യങ്ങൾ നമ്മൾ സർവൈവ് ചെയ്ത സ്റ്റോറീസ് ആയി മാറിയിട്ടുണ്ടാകാം. ഇനി പോകാനുള്ള ദൂരം മാത്രം നോക്കരുത്, ഇതിനധികം നടന്നു വന്ന ദൂരവും ഒന്ന് നോക്കൂ. കാരണം നിങ്ങൾ കരുതുന്നതിലും കൂടുതൽ തവണ നിങ്ങൾ എഴുന്നേറ്റിട്ടുണ്ട്. ഹാപ്പിനെസ് എന്നത് നിന്നെ ഒരിക്കലും ഹേർട്ട് ചെയ്യാത്ത ഒരു ലൈഫ് ആവണമെന്നില്ല. ഒരു പക്ഷേ നമ്മളെ പ്രസന്റായി നിലനിർത്തുന്ന ആ ഒരു ചെറിയ മൊമെന്റ് കാണാൻ പഠിപ്പിക്കുന്നതായിരിക്കാം. ചെറിയ കൈൻഡ്നസ്, ഒരു നിമിഷത്തെ സമാധാനം, നിന്നെ പഠിപ്പിച്ച ഒരു ഫെയിലിയർ, നാളത്തെ നമ്മൾക്കായി ഒരുക്കി വെച്ച ആ ഒരു ചെറിയ കാര്യം, ഞാൻ ഇത്രയും ദൂരം എത്തിയല്ലോ എന്ന് ചിന്തിപ്പിക്കുന്ന ആ ഒരു മെമ്മറി. ഒരു ദിവസം നിനക്ക് മനസ്സിലാകും, ഹാപ്പിനെസ്സിന് വേണ്ടി നീ വെയിറ്റ് ചെയ്യുകയായിരുന്നു. എന്നാൽ ഹാപ്പിനെസ് ചെറിയ ചെറിയ മൊമെന്റ്സിലൂടെ വന്നുകൊണ്ടേയിരിക്കും. നിന്നെ അടുത്തിടെ ജെന്യുവനായി ഹാപ്പിയാക്കിയ ആ മൊമെന്റ് ഏതായിരുന്നു? കമന്റിൽ പറയും. ഇത് ഒരാൾ കാണണമെന്ന് നീ ആഗ്രഹിക്കുന്നു എങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യും. Don't wait for the perfect life to feel alive. Sometimes just slow down enough to notice the life that is already happening.